ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. രാവിലത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ അറിയാലോ, കുട്ടിക്ക് സ്കൂളിൽ പോകാനുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും, ഒരമ്മയ്ക്കും രണ്ട് കൈകൾ പോരാ, 4 കൈകൾ വേണം എന്നല്ലേ. ആ അവസ്ഥയിലാണ് കേട്ടോ ഞാനും. അപ്പോൾ വിനുക്കുട്ടന് ചോറ് കൊണ്ടുപോകണം. 7:30 ആകുമ്പോഴേക്ക് ഭക്ഷണം, 7:30 ആകുമ്പോഴേക്ക് അവന് പോകണം. അപ്പോൾ ഒരു 7 മണിയാകുമ്പോഴേക്കെങ്കിലും ഫുഡാവണം. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഞാൻ. കറക്റ്റ് 4:45 തന്നെ എഴുന്നേറ്റുണ്ട് കേട്ടോ. 4:45 എഴുന്നേറ്റു. പിന്നെ ചോറാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. രാവിലത്തെ ചായയുടെ പലഹാരം കൊടുത്തേക്കുന്നില്ല, രാവിലെ തന്നെ ചോറ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. കാരണം വെള്ളയപ്പമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും അതെങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. ചിലപ്പം ഒരു ഉണങ്ങിയതുപോലെയാണ്, അവന് കഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറ് കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുകൊണ്ട് വേണ്ടി അരി കഴുകി അടുപ്പത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റത്. പിന്നെ 4:45 വിനുക്കുട്ടനെന്ന് എക്സാം ഉണ്ട്. അവനും പറഞ്ഞിട്ടുണ്ട് എന്നെ നേരത്തെ വിളിക്കണേന്നൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടോ. പിന്നെ തോന്നും, എന്താണ് ഭക്ഷണമൊക്കെ വേഗം ആക്കാൻ പറ്റില്ല, പിന്നെ എന്താ എത്ര തിരക്കിട്ടിട്ടെന്ന് ചോദിക്കരുത് കേട്ടോ. കാരണം നമുക്കിത് മാത്രമല്ല, ഇപ്പം മോനെ വിളിച്ചുണർത്തിയാൽ പോരാ, എണീപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ. ഇപ്പോൾ ഒന്നാമത് നല്ല മഴയല്ലേ, പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ല തണുപ്പുണ്ട്, കുട്ടികൾക്കൊരു മടിയുള്ള സമയമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ വിളിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. അമ്മേ അമ്മേ നൂറ് സംശയമാണ് വായിക്കുമ്പോൾ. എന്നിട്ട് തന്നെ ഇന്ന് രാവിലെ അമ്മയ്ക്കിൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റില്ല, മാർക്ക് കുറഞ്ഞാൽ പിന്നെ കുഴപ്പമാവും, ഞാൻ ഇന്ന അമ്മേനെയാണ് കുറ്റം പറയുന്നൊക്കെ പറയും. അവനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും തന്നെ. അപ്പോൾ നമുക്ക് ഈ അടുക്കളയിലെ പണി മാത്രമല്ല, അപ്പോൾ അവൻ എണീക്കുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അവനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ 100 പ്രാവശ്യം അവൻ്റെ അടുത്തേക്കും പോകണം. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് എഴുന്നേറ്റില്ല കേട്ടോ. അപ്പോൾ 4:45 ഉള്ളൂ. അവൻ ഏകദേശം ഒരു 5:15 ആവാനായി എഴുന്നേൽക്കുമ്പോഴേക്ക്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഞാൻ വേഗം അരിയൊക്കെ കഴുകി അടുപ്പത്തേക്ക് ഇടാം. പിന്നെ ഈ അരി പൊന്നി അരി ആയതുകൊണ്ട് വേഗം വേവുന്ന അരിയാണ് കേട്ടോ. പിന്നെന്ന് വെള്ളയപ്പമാണ് ഉണ്ടാക്കുന്നത്. വെള്ളയപ്പത്തിന് പിന്നെ ചെറുപയർ കൊണ്ട് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണെങ്കിൽ വിനുക്കുട്ടന് ഇഷ്ടമായതുകൊണ്ടാണ് പിന്നെ ഇന്ന് ചെറുപയർ കറിയും വെള്ളയപ്പമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പുറത്ത് എന്താ മഴ എന്നറിയാം, മഴയും കാറ്റും ഒക്കെ കേമായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. നല്ല സുഖമുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്. രാവിലെ നമുക്ക് തന്നെ എഴുന്നേക്കാൻ മടിയാവുക. പിന്നെ കുട്ടികളുടെ സ്ഥിതി പറയാനുണ്ടോ, ഭയങ്കര മടിയാവും കേട്ടോ എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. മോഹനേട്ടനും എണീറ്റ് വന്നിട്ട് മോഹനേട്ടനും ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. കാരണം ഒരു റെഡിയായി വരാൻ കുറച്ചൊരു കുട്ടിയൊക്കെ മടിയല്ലേ, അതാണ്. കുറച്ച് റെഡിയായിട്ട് വരാൻ കുറച്ച് പണിയുണ്ടാവും. പിന്നെ സോഷ്യലിൻ്റെ എക്സാമാണ്, വായിച്ചാൽ തന്നെ കിട്ടുള്ളൂ, നല്ലോണം വായിക്കണം, എന്നാൽ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അവൻ തന്നെയാണ് അലാറമൊക്കെ സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. അമ്മ എണീക്കുമ്പോൾ തന്നെ എന്നെ വിളിക്കണം, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ അവനെ വിളിക്കാൻ ഞങ്ങൾ തയ്യാറാവുന്നു. അപ്പോൾ അവനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് എന്നിട്ട് കുറച്ച് പച്ചമുളകും ഉള്ളിയൊക്കെ കൂടി എന്ത് ചെയ്തു, പിന്നെ ചെറുപയറിലേക്ക് ഇട്ടോ. അങ്ങനെയാണ് വെക്കുന്നത്. പിന്നെ കുറച്ച് തേങ്ങ അരച്ചിട്ട് അങ്ങനെ ഒരു കറി ഇട്ടോ, സിമ്പിളായിട്ടൊരു കറിയാണ് വെക്കുന്നത്. രാവിലത്തേക്ക് മാത്രമാണ് കേട്ടോ. അപ്പം കറിയും ഇതും കൊണ്ടുപോവാം. പക്ഷേ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചോറ് വെക്കുന്നത്. അപ്പം എൻ്റെ പണിയും കഴിയും, രാവിലെ ചോറ് വെച്ചാൽ മതിയല്ലോ. അല്ല, ചോറായി കഴിഞ്ഞാൽ രാവിലെ ആ പണി കഴിഞ്ഞല്ലോ, പിന്നെ നമുക്ക് നമ്മളതായ ജോലികളൊക്കെ ചെയ്യാമല്ലോ. രാവിലെ തന്നെ വേഗം ആവട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് മഞ്ഞളും ഉപ്പിട്ട് അടുപ്പത്തേക്ക് വെക്കാൻ പോവുകയാണ് കേട്ടോ. പിന്നെ ആ ചെറുപയർ കറിയൊന്നും ഉണ്ടാക്കുന്നതൊന്നും ആരോടും പറയണ്ടല്ലോ, എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ. ഇത് വിസ്തരിച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും നമ്മളെ വീട്ടിലെല്ലാവരും ചെറുപയർ കറി ആയാലും എല്ലാ കറിയും വെക്കുന്നതാണ്. പക്ഷെ ഞങ്ങളിങ്ങനെയാണ് വെക്കുക, ഉള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെക്കും. ഇത് കുറച്ച് തേങ്ങ അരയ്ക്കും, പിന്നെ കരുവേപ്പില ഉണ്ടെങ്കിൽ കരുവേപ്പില ഇടും, കുറച്ച് വേണമെങ്കിൽ ചിലവർ വറവിടും, അല്ലെങ്കിൽ വെളിച്ചെണ്ണയാക്കും. അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇന്ന് ഞാൻ കുറച്ച് വറവൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വെച്ചത്. ഓരോ ടേസ്റ്റ് അല്ലേ, എല്ലാത്തിനും ഓരോ ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ്, വറവിടുമ്പോൾ വേറൊരു ടേസ്റ്റ്, അങ്ങനെ ഓരോ ടേസ്റ്റാണല്ലോ. അപ്പോൾ അതങ്ങനെ അടുപ്പത്തേക്ക് വെച്ചിട്ടു. അപ്പോഴേക്കും നമ്മുടെ അരി അവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. വേഗം ഒരു 10-15 മിനിറ്റ് റൈസ് കുക്കറിൽ ഇറക്കി വെക്കുമ്പോൾ തന്നെ അരി വേവുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അരി നല്ലോണം തിളച്ച് വന്നു. അത് ഓഫാക്കി പിന്നെ ഞാൻ അത് വാങ്ങി വെച്ചു കേട്ടോ. കുക്കറിലേക്ക് വെച്ച് വേഗം എന്ന് പറഞ്ഞാൽ വേഗം ആവുന്നുണ്ട്, അതുകൊണ്ട് സമാധാനം. പിന്നെ രാവിലെ തന്നെ അടുപ്പ് കത്തിക്കാനൊന്നും പോയില്ല കേട്ടോ. നല്ല തണുപ്പാണ്, പുറത്തുനിന്ന് ഉണ്ടാക്കാൻ ഒരു മടിക്ക്, ഇറങ്ങാൻ തന്നെ മടിയാവുക. അപ്പോൾ ഒക്കെ ഒന്ന് രാവിലെ തന്നെ കുക്കറിലല്ല, ഒക്കെ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെ വേഗം റെഡിയാക്കി കേട്ടോ. ഇനിയിപ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്നത് എന്തിനറിയോ, വെള്ളം വെച്ചത് വെച്ചാൽ മോന് സോയ അങ്ങനെ വറുത്ത് കൊടുക്കാനാണ് കേട്ടോ പറഞ്ഞത്, മസാലകളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കണം. പിന്നെ ഞാനിന്ന് വെള്ളയപ്പമാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളയപ്പത്തിന് അരയ്ക്കാനൊന്നും നിന്നിട്ടില്ല. ഞാൻ ബ്രാഹ്മിൺസിൻ്റെ പൊടി കണ്ടു, വെള്ളയപ്പപ്പൊടി, ഇന്നലെ കടയിൽ പോയപ്പോൾ. അപ്പോൾ ആ ബ്രാഹ്മിൺസിൻ്റെ പാലപ്പം മിക്സ് കണ്ടപ്പോൾ അത് വാങ്ങിയിട്ടോ. അപ്പോൾ അത് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയാൽ
റെഡി ഉണ്ടാവും. ഞാൻ ബ്രാഹ്മിൺസിൻ്റെ ഇതുവരെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഡബിൾ ഹോസിൻ്റെ ഒക്കെ ഒരു പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രാഹ്മിൺസിൻ്റെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അതൊന്ന് വാങ്ങി നോക്കാം, എളുപ്പമാവും ചെയ്തല്ലോ. ഇനിയിപ്പോൾ ഒന്നാമത് തണുപ്പ് വന്നാൽ അരച്ച് വെച്ചാൽ അത് പൊങ്ങാൻ വെച്ചാൽ നമുക്ക് പുളിച്ച് വരാൻ കുറച്ചൊരു ടൈം എടുക്കും. അപ്പോൾ ഞാൻ അതായത് സോയ ഞാൻ പുതിർത്ത് വെക്കുകയാണ് കേട്ടോ, വിനിക്കുട്ടനെ അത് വറുത്ത് കൊണ്ടുപോകാൻ, സോയ വറുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അത് എണ്ണീട്ടൊക്കെ കൊടുക്കണം, കുറേ വേണം, എല്ലാ കുട്ടികൾക്കും കൊടുക്കാൻ തക്കോണമൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളയപ്പത്തിലേക്ക് കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്, കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും ഇട്ട് ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ കലക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ വാങ്ങാറുണ്ടാവും, ഉണ്ടാക്കാറും ഉണ്ടാവില്ലേ. ഞാനിപ്പോൾ അങ്ങനെ വിസ്തരിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ എല്ലാവരും വാങ്ങുന്നത് തന്നെയാണ്. അപ്പോൾ ഞാനും അത് വാങ്ങി, കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഡബിൾ ഹോസിനെക്കാട്ടും കുറച്ചുകൂടെ ഒന്ന് എനിക്കിഷ്ടമായത് ഈ ബ്രാഹ്മിൺസിൻ്റെ തന്നെയാണ് കേട്ടോ, വലിയൊരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഇളം ചൂടുവെള്ളത്തിലാണ് കേട്ടോ അത് കലക്കി വെക്കുന്നത്. പിന്നെ ഒന്ന് മിക്സിയിൽ അടിക്കും വേണം, അപ്പോഴേക്ക് റെഡിയോ. അപ്പോൾ ഒന്ന് കട്ട കെട്ടാതെ നമ്മളൊന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാലേ, പിന്നെ പറഞ്ഞാൽ തിരക്കുള്ള സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സുഖം കേട്ടോ, വേഗം നമുക്ക് ഉണ്ടാക്കി എടുക്കാമല്ലോ. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും. മീൻകുട്ടൻ ഇങ്ങനെ വെള്ളയപ്പമൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ, അപ്പോൾ അതുകൂടെ കണക്ക് കൂട്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളപ്പം ചെറുപയർ കറിയോ അല്ലെങ്കിൽ വെള്ളപ്പം ഇഷ്ടമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മീൻകുട്ടൻ കഴിച്ചോളും. രാവിലെ കഴിക്കാനും അവനൊരു ഇതുണ്ട്. അവന് പൊതുവേ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ആ 7 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കുക പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു മടിയാണ്. അപ്പോൾ ഒരു 7 മണിക്ക് ഇരുത്തിയാലേ ഒരു 7:30 ആകുമ്പോഴേക്കും ഇവൻ കഴിച്ച് എണീക്കുള്ളൂ. അതുകൊണ്ടാണ് നേരത്തെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതങ്ങനെ നുള്ളി കഴിച്ചിട്ട് ഒരു 9 മണിയൊക്കെ ആവണം കുട്ടികൾ വേഗം കഴിക്കും കേട്ടോ, അവർക്ക് വിശക്കുന്ന ഒരു ടൈമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 9 മണി ആ ഒരു ടൈമിൽ കുട്ടികൾ വേഗം കഴിക്കും. പക്ഷേ ഈ 7 മണിക്ക് കുട്ടികൾ കഴിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു, ഇനിയിപ്പോൾ അത് ശീലമായിട്ട് വരണം. ഇതുവരെ ഇപ്പോൾ 2 മാസം സ്കൂളൊക്കെ അടച്ചിട്ട് പിന്നെ അങ്ങനെ ആയിരുന്നല്ലോ, കുട്ടികളെല്ലാം ഒരു താളം തെറ്റിയിട്ട്. പിന്നെ ഇപ്പോൾ ഈ ഒരു ഇതുമായിട്ട് ഇപ്പോൾ ഒരു മാസമായിട്ടല്ലേ ഉള്ളൂ സ്കൂൾ തുറന്നിട്ട്. ഇനി കുട്ടികൾ അതുമായിട്ട് അങ്ങനെ പൊരുത്തപ്പെട്ട് രാവിലെ 7 മണിയാകുമ്പോഴേക്കും അവർ അതായിട്ട് വരും. കണ്ടോ, ഇതൊക്കെ ആകുമ്പോഴേക്കും തന്നെ എൻ്റെ അരി വെന്തു കേട്ടോ, ചോറ് വെന്തു. ഞാനത് വേഗം വാർത്ത് വെക്കുകയാണ് കേട്ടോ. ഒരു 15-20 മിനിറ്റ് ആ ഒരു ടൈം കൊണ്ട് തന്നെ ഇതായിട്ടുണ്ട്. പിന്നെ ഞാൻ വിൻകുട്ടനെ എണീപ്പിച്ച് ഇരുത്തി അവൻ്റെ മുഖവും വായൊക്കെ കഴിപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ചിട്ട് അവനെ അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത് ഇത്ര രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ഞാൻ ആ വെന്ത ചെറുപയറിനെ ചട്ടിയിലേക്ക് ആക്കിയിട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോൾ ചട്ടിയിൽ കൂട്ടാൻ വെക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ചെറുപയർ വേവിച്ച് ചട്ടിയിലേക്ക് ഒഴിച്ചു, അതിലേക്ക് തേങ്ങ അരച്ചതും ചേർത്തു. പിന്നെ കരുവേപ്പില ഇല്ല കേട്ടോ, കരുവേപ്പില അതുകൊണ്ട് ഇപ്പം കുറച്ച് ദിവസമായിട്ട്. അപ്പം നീ അടുത്ത വീട്ടിലുണ്ട് കരുവേപ്പില, അവരോട് ചോദിക്കണം കുറച്ച് കരുവേപ്പില തരുമോയെന്ന്. ഈ മഴയായതുകൊണ്ട് ഞങ്ങളുടെ അടുത്തുള്ളതും എല്ലാം തൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കരുവേപ്പിലയ്ക്ക് ഇപ്പോൾ ഒരിത്തിരി ക്ഷാമം. പിന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന കരുവേപ്പില എനിക്കിഷ്ടമല്ല, എനിക്കതിൽ വിഷം അടിച്ച് വരുന്നൊക്കെ കേട്ടതുകൊണ്ടേ എന്തോ ഒരു ഇതാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യണത്, സോയയൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് അതൊക്കെ ഒന്ന് പുതിർത്ത് സെറ്റാക്കി നല്ലോണം കഴുകി വൃത്തിയാക്കിയ ശേഷം അതിൽ പിന്നെ എല്ലാ മസാലകളും, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും ഒന്നും വേണ്ട, വിനിക്കുട്ടന് എന്തൊക്കെ വേണോ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇട്ടിട്ട് മസാല പിടിച്ച് നല്ല അടിപൊളിയാക്കണം, എരിവ് വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആയിക്കോട്ടെ, എന്നാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, അവനിഷ്ടമുള്ള പോലെ തന്നെ. അത് എണ്ണണം, ഓരോ കുട്ടികൾക്ക് 10 എണ്ണം വെച്ച് കൊടുക്കണം, അവർ എണ്ണക്കണക്കാണ്, 10 എണ്ണം വെച്ച് കൊടുക്കണം അങ്ങനെയൊക്കെ പറയും. അപ്പം ഞാൻ വിചാരിക്കും എങ്ങനെയെങ്കിലും അങ്ങനെ, അതൊക്കെ ഒരു സന്തോഷമല്ലേ, ഇപ്പോൾ ഈ ഒരു കാലത്തെ സന്തോഷമല്ലേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് മസാലയൊക്കെ മുന്നിൽ വന്ന് നിൽക്കണം, മസാല കുറയ്ക്കരുത്, എരിവ് കുറയ്ക്കരുത് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ അതുപോലെ തന്നെ എന്ത് ചെയ്തു, എല്ലാ പൊടികളും ഇട്ടിട്ടേ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് വറുത്താൽ മതി. കണ്ടില്ലേ, എല്ലാ പൊടികളും ഇട്ട് ഞാനൊന്ന് നല്ലോണം അതൊക്കെ നല്ലോണം മിക്സാക്കി വെച്ചു കേട്ടോ. കൈകൊണ്ട് തന്നെയാണ് മിക്സാക്കി വെച്ചത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആ പൊടികളും മസാലകളൊക്കെ നല്ലോണം ഇറങ്ങിക്കോട്ടെ. കണ്ടോ, ഒരാളെ വിളിച്ചിരുത്തിയത്, ആൾ വായിച്ച് അത് അവിടെ കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ. ഇങ്ങനെയാണ് ഇപ്പോൾ സമയം പോകണമെന്ന് മനസ്സിലായില്ലേ. ഞാൻ വന്ന് നോക്കുമ്പോൾ പുസ്തകവും വെച്ച് ആൾ ഉറങ്ങുന്നുണ്ട്, തിരിഞ്ഞ് കിടന്ന് ഉറങ്ങുക. അങ്ങനത്തെ കുട്ടിയാണ്. പിന്നെ ഞാൻ പറഞ്ഞു, എണീറ്റ് വാ മോനെ, ഒരു കാര്യം ചെയ്യ്, കുറച്ച് ചായ അച്ഛൻ കുടിക്കുമ്പോൾ മോനും ചായ കുടിച്ച് ഒരു ഉഷാറുണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ചായ വെക്കുകയാണ് കേട്ടോ. മോനേട്ടനെ ചായ വെച്ച് കൊടുക്കുക. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, വാ എണീറ്റ് വാ, ഒരു ബിസ്ക്കറ്റൊക്കെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് എണീപ്പിച്ച് കൊണ്ടുപോകുന്നു. അല്ലേ പിന്നെ അവിടെ കിടന്ന് ഉറങ്ങും. രാവിലെ നല്ല തണുപ്പുണ്ട്, നല്ല സുഖമുണ്ട് കിടന്ന് ഉറങ്ങാൻ. അവിടെ ചുരുണ്ട് കൂടി ഉറങ്ങുക, സോഫയിൽ കിടന്ന്. ഇവിടെ ഇരുത്തിയതാണ്, മേശപ്പുറത്ത് വായിക്കാൻ ഇരുത്തിയാളാണ് പിന്നെ സോഫയിൽ പോയിട്ട് കിടക്കുന്നത്. അപ്പോൾ എന്താ ചായ വെച്ച് കൊടുത്ത ശേഷം ഞാനിത് പൊരിക്കാൻ തുടങ്ങി കേട്ടോ. അതൊന്ന് വറുത്തെടുക്കാൻ തുടങ്ങി, സോയ വറുത്തെടുക്കാൻ തുടങ്ങി, കുറേശ്ശെ ഇട്ടിട്ട് അത് മൊത്തം അവൻ തന്നെ കൊടുത്തു കേട്ടോ. ഞങ്ങൾക്ക് ആർക്കും വേണ്ട. അമ്മയ്ക്ക് വേണ്ടേ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് വേണ്ട, മോൻ കൊണ്ടുപോയിക്കോന്ന്. ഞങ്ങൾക്ക് പിന്നെ വറുത്തൊന്നും ഇഷ്ടമല്ല. ഉപ്പേരി പോലെയോ കറി പോലെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, കുട്ടികൾക്കല്ലേ അതൊക്കെ ഒരു ഇഷ്ടം. അതുകൊണ്ട് അവനത് മുഴുവൻ വറുത്ത് കൊടുത്ത്. കണ്ടോ, ഇപ്പം ഈ ഒരു സമയമാകുമ്പോഴേക്ക് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടോ.
കൊണ്ടുപോകാനുള്ള ഭക്ഷണമൊക്കെ റെഡിയായി. അതിനി എടുത്ത് വെക്കുകയാണ് കേട്ടോ മോന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ചോറ് ചമ്മന്തി അരച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. അത് ചമ്മന്തി അരച്ചു, പപ്പടം കാച്ചി, അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അത് പിന്നെ അല്ലേ തന്നെ ഇപ്പോൾ ഇത് കുറേ ലോങ് വീഡിയോ ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തില്ല, അങ്ങനത്തെ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ചോറുമായി, അതിനിടയിൽ ചമ്മന്തി കുറച്ച് അരച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളകും തേങ്ങയും പുളിയും ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഒരു ചട്നി. അതൊക്കെ അവനിഷ്ടമുള്ള ടൈപ്പ് തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ ചോറ് മുഴുവൻ കഴിക്കില്ല, അതിൽ സോയ ഉള്ളതുകൊണ്ട് കുറച്ച് കഴിച്ചാൽ ഭാഗ്യം. അപ്പോൾ അത് റെഡിയാക്കി. പിന്നെ അതിലേക്ക് സോയ എടുത്ത് വെക്കുകയാണ് കേട്ടോ. ആ ഒരു പാത്രം നിറയെ വേണമെന്നാണ് പറഞ്ഞത്. അത് നിറയെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഏകദേശം മുക്കാ ഭാഗത്തോളം ആക്കി. എന്നിട്ടും ചോദിച്ചു അമ്മ എത്രയേ ഉള്ളൂ എന്ന്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ സോയ. അതിന് എണ്ണക്കണക്കൊക്കെ ഉണ്ട് കണ്ടോ. അത് നിറച്ചാക്കി, ഏകദേശം മുക്കാ ഭാഗത്തോളം ഉണ്ട്, അത് മതി എന്തായാലും. അപ്പോൾ അതും ആക്കി. പിന്നെ പപ്പടവും കാച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അല്ലേ, ഈ പപ്പടം കാച്ചുന്നൊക്കെ വീഡിയോ എടുക്കണോ? അതിൽ സമയത്തിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ തന്നെ 7 മണിയായില്ലേ. ഇനിയിപ്പോൾ അവൻ തല കുളിപ്പിക്കില്ല. അവൻ ഒന്നാമത് ജലദോഷവും കാര്യങ്ങളൊക്കെ, മേല് കഴുകാൻ വിട്ടിട്ടുണ്ട്. അവൻ മേല് കഴുകി വരുമ്പോഴേക്കും അവന് വെള്ളയപ്പം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുകയാണ്, ഇതെല്ലാം ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയല്ലോ. അപ്പോൾ അവൻ്റെ ഭക്ഷണമൊക്കെ അവനവിടെ മേശപ്പുറത്ത് വെച്ചാൽ അവൻ ബാഗിലേക്കൊക്കെ എടുത്ത് വെച്ചോളും. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. ഇന്നൊരു ചിണുങ്ങൽ കൂടുതലാണ്. ഞാൻ പറയും 7ാം ക്ലാസ്സിലെത്തി LKG കുട്ടീനെ പോലെയാണോ നീ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പറഞ്ഞിട്ട് കാര്യമല്ല, എനിക്ക് മടുത്തു രാവിലെ എഴുന്നേറ്റിട്ട് എന്നൊക്കെ പറയും. എന്തൊക്കെയോ പറയുന്നുണ്ട്. രാവിലെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് രാവിലെ എണീറ്റ് മടുത്തു, ഒരു ദിവസം ഉറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. അതാണ് കണ്ടപ്പോൾ ഒക്കെ റെഡിയായി. അത് ഞാനിനി ആ മേശപ്പുറത്ത് കൊണ്ടുവെക്കും. ബാക്കി കാര്യങ്ങളൊക്കെ അവൻ ചെയ്തോളൂ കേട്ടോ, എടുത്തും ഇതൊക്കെ വേണ്ട. പിന്നെ ഞാൻ എന്ത് ചെയ്തു, വെള്ളയപ്പം ഉണ്ടാക്കാൻ തുടങ്ങി. അവനുള്ള വെള്ളയപ്പം മാത്രമേ ഇപ്പം ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ പിന്നെ അവൻ പോയി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കഴിക്കാമെന്ന് ഉദ്ദേശിച്ചത്. കാരണം വിശക്കുന്നില്ല. ഈ രാവിലെ 7:30 കഴിച്ചു കഴിഞ്ഞാലേ അപ്പം അവനുള്ളത് വേഗം ആക്കി കൊടുക്കട്ടെ. 7 മണിയല്ലേ ആയിട്ടുള്ളൂ. ആദ്യമൊക്കെ ഞങ്ങൾ അവൻ്റെ കൂടെ കഴിക്കുമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ആവുന്നില്ല. പിന്നെ കുളിച്ചിട്ടില്ല, കാരണം മഴയാണ്. അപ്പോൾ രാവിലെ തന്നെ കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവൻ പോയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവനുള്ള വെള്ളയപ്പം ഉണ്ടാക്കുന്നുണ്ട്. അവൻ യൂണിഫോമൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ആ സമയമാകുമ്പോഴേക്കും അവൻ യൂണിഫോമൊക്കെ ഇട്ട് വരുമ്പോഴേക്ക് ഭക്ഷണം അവിടെ റെഡിയാക്കി കൊടുക്കാതെ അവൻ അവിടെ വന്നിരുന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വെള്ളയപ്പം കറിയൊക്കെ ഒഴിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ വെള്ളവും കുറച്ച് കൊണ്ട് കൊടുക്കും. പിന്നെ അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്ന് പല കാര്യങ്ങളാവും പറയും. എനിക്ക് മിക്സ്ചർ വേണമെന്ന് പറയും, എനിക്ക് ബിസ്ക്കറ്റ് വേണമെന്നൊക്കെ പല കാര്യങ്ങളും പറയും. അപ്പോൾ അതൊന്നും നമ്മളെല്ലാം ഒന്നും കേൾക്കില്ല. കുറച്ചൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ ചെറുതായിട്ടൊക്കെ കൊടുക്കും. ഇപ്പോൾ 2 ബിസ്ക്കറ്റ് വേണമെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കൊടുക്കണ്ട. മഴ നല്ലോണം ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ഞാൻ വിചാരിച്ചത് ഇതുവരെയുള്ള പാത്രങ്ങളാണിത്. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴുകി വെച്ചാൽ അത് കഴിഞ്ഞല്ലോ. എന്നാൽ കുളി കഴിഞ്ഞിട്ട് പിന്നെ ഈ പാത്രം കഴുകി കഴിഞ്ഞാൽ എൻ്റെ ഡ്രസ്സ് മുഴുവൻ നനയും കേട്ടോ. എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് കുളിക്കാൻ പോവാം. അപ്പോൾ അവനുണ്ടല്ലോ, അവൻ പോയി കഴിഞ്ഞിട്ട് എന്തായാലും കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ. എത്ര പാത്രമല്ലേ നോക്കൂ. ഇനി ഉച്ചത്തേക്കുള്ളതൊന്നും റെഡി ആയിട്ടില്ല കേട്ടോ. ഇനി ഉച്ചത്തേക്ക് ചോറ് മാത്രമേ റെഡി ആയിട്ടുള്ളൂ. ഇനി ഉപ്പേരിയും ഒരു മോരൊഴിച്ച കൂട്ടാനും വെക്കണം. അപ്പോൾ അതൊന്നും അവന് കൊണ്ടുപോകാത്തത് കൊണ്ടാണ്. പിന്നെ അടിച്ചു വാരണം, തുടയ്ക്കണം, അലക്കണം, ഇങ്ങനത്തെ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് രാവിലത്തെ ഈ ഒരു കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് കഴിഞ്ഞല്ലോ, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ കുളിച്ച് വന്നിട്ട് വേണം ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള, മോനേട്ടനും എനിക്കും, ഞാനും കുളിക്കണം, മോനേട്ടൻ കുളിക്കണം. അത് കഴിഞ്ഞ് വന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള വെള്ളയപ്പം ഉണ്ടാക്കുകയൊക്കെ വേണം. അപ്പോൾ അതൊക്കെയാണ് ജോലികൾ. അപ്പോൾ പാത്രം തേച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. വിൻകുട്ടൻ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ പാത്രം തേച്ചിട്ടും തീരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ആ പാത്രമൊക്കെ സോപ്പൊക്കെ ഇട്ട് തേച്ച് കഴിഞ്ഞു. ഇനി കഴുകാൻ പോവുകയാണ്. ഇപ്പോൾ വീഡിയോ കുറച്ച് നീളം വന്നു അല്ലേ. ഞാനത് എഡിറ്റ് ചെയ്തപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നത്. ഞാൻ കുറച്ച് കുറയ്ക്കണം എന്ന് വിചാരിച്ചായിരുന്നേ എഡിറ്റ് ചെയ്യുമ്പം. പക്ഷേ എഡിറ്റ് ചെയ്തിട്ട് നോക്കുമ്പോൾ വോയിസ് കൊടുക്കുമ്പോഴാണ് കണ്ടത് ഇത് എഡിറ്റ് ചെയ്തിട്ട് കുറഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ ഏതായാലും ഞാൻ പാത്രം കഴുകിക്കൊണ്ടേയിരിക്കട്ടെ കേട്ടോ. അല്ലാതെ എന്താ ചെയ്യുക, എഡിറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും നേരം ഞാൻ പാത്രം കഴുകുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വന്നത്. അപ്പോൾ എനിക്കിപ്പോൾ പറയാൻ വിഷയങ്ങളും കിട്ടുന്നില്ല, എന്താ പറയുകയെന്നല്ലേ. ഇനിയിപ്പോൾ അവിടെയൊക്കെ ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ അടുക്കള നല്ല ക്ലീൻ ആവുമല്ലോ. അത് കണ്ടാൽ തന്നെ നമുക്കൊരു സമാധാനമല്ലേ. അടുക്കള ക്ലീൻ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട. വിൻകുട്ട അതിനിടയിൽ ഞാൻ പറയും കേട്ടോ, വിൻകുട്ട കഴിക്കണേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അവനങ്ങനെ ചിണുങ്ങി അങ്ങനെ കഴിച്ചോളും. അല്ലാതെന്താ. പപ്പടം കാച്ചിയതും അത് പൊരിച്ചതും ഒക്കെയുള്ള എല്ലാ ചീനച്ചട്ടികളും, എന്താ പറയുക, സോയാബീൻ വറുത്തതും എല്ലാ ചീനച്ചട്ടികളും ഉണ്ട്. അതൊക്കെ കഴുകി വെച്ചു.
ഇത് എഡിറ്റ് ചെയ്തതിൽ ഭയങ്കര മിസ്റ്റേക്ക് വന്നത്, അതാണ് ഇത്ര നേരം കാണേണ്ടി വന്നത് കേട്ടോ. പാത്രം കഴുകുമ്പോൾ ഞാനത് കുറയ്ക്കണം എന്ന് വിചാരിച്ചതാണ്, പക്ഷെ എന്താണാവോ അത് കുറഞ്ഞു വന്നില്ല. ഇനിയിപ്പം ഒരു മോര് കറി വെക്കാനുണ്ട്. അത് കുമ്പളങ്ങയാണ്. കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇളവനെ കൊണ്ടൊരു മോര് കറി വെക്കണം. അത്രയൊക്കെ തന്നെയുള്ളൂ പണി. ഇനിയിപ്പോൾ അത്രയേ ഉള്ളൂ, അത് കഴിഞ്ഞല്ലോ. രാവിലത്തെ ആ ഒരു തിരക്ക്, രാവിലത്തെ തിരക്കാണ് ഭയങ്കര തിരക്ക് കേട്ടോ, എന്നും പറയണ്ട, ഭയങ്കര തിരക്ക്. അപ്പോൾ രാവിലത്തെ തിരക്ക് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് റിലാക്സ് ആവും. പക്ഷെ അമ്മേനെയൊക്കെ രാവിലെ ഞാനൊരു 6:45 വിളിക്കുന്ന, അപ്പോൾ അമ്മേനെ വിളിക്കുന്ന സമയമൊക്കെ കുറഞ്ഞു കേട്ടോ. അമ്മേനെ വിളിക്കുന്നതും എല്ലാം കുറഞ്ഞു. അമ്മേനെയൊക്കെ വളരെ ഇതായിട്ടേ വിളിക്കാറുള്ളൂ. അമ്മയെ ഞാൻ പിന്നെ വിളിക്കാ പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, അതൊക്കെ കഴുകിയിട്ടോ, സിങ്കൊക്കെ അപ്പം തന്നെ കഴുകിയിട്ടു. സിങ്കൊക്കെ കഴുകി അവിടെയൊക്കെ തുടച്ചിട്ടു. അപ്പോൾ അതും അവിടെ കഴിയുമല്ലോ, ഓരോരോ പണികൾ വേഗം വേഗം കഴിഞ്ഞോട്ടെ വെച്ചിട്ടാണ്. അപ്പോൾ സിങ്കിലായ എണ്ണയൊക്കെ ഉള്ളതൊക്കെ കഴുകിയപ്പോൾ അവിടെയൊക്കെ ഒരു എണ്ണമെഴുക്ക് വന്നു കേട്ടോ സിങ്കിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതവിടെ കഴുകിയിട്ടാണ്, പിന്നെ കഴുകണ്ടല്ലോ. അതാ പറഞ്ഞാൽ കുളിക്കുന്നതിന് മുമ്പേ ഈ പണിയൊക്കെ കഴിഞ്ഞ ഒരു സമാധാനം. അല്ലെങ്കിൽ മേലൊക്കെ മൊത്തം നനഞ്ഞിട്ടേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പാത്രം കഴുകുന്ന സ്ക്രബ്ബറൊക്കെ ഒന്ന് നല്ലോണം വെള്ളത്തിലൊക്കെ കഴുകി അതും അവിടെ വെച്ചു. ഇപ്പം തന്നെ അത്രയേ ആയിട്ടുള്ളൂ കേട്ടോ, കുറച്ച് സമയമായിട്ടുള്ളൂ. വിനിക്കുട്ടനെ ഞാൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, അവൻ അതവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവിടെയുള്ള വെള്ളമൊക്കെ തുടച്ചെടുത്തു, ഗ്യാസും ഒക്കെ തുടച്ച് വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഒരു വൃത്തിയല്ലേ, കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു വൃത്തിയും ഒരു സന്തോഷമൊക്കെയാണ്. കണ്ടില്ലേ? ഇനിയിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഞങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള മാവും അതും കൂടെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ വിനിക്കുട്ടൻ അത്രയും നേരം ഞാൻ ചെയ്യുമ്പോൾ അവൻ്റെ ഭക്ഷണം കഴിഞ്ഞില്ല. ഒന്ന് നോക്കി നോക്കൂ, ഞാൻ ഈ പണി മുഴുവൻ കഴിഞ്ഞിട്ടും അവൻ്റെ കഴിഞ്ഞില്ല. പിന്നെ അവൻ ഇറങ്ങി അപ്പോഴേക്ക് ആ പേപ്പർ വന്നപ്പോൾ അവന് സ്പോർട്സ് പേജ് നോക്കാനുള്ള തിരക്കാണ് കേട്ടോ. അങ്ങനെ അതാ വിനിക്കുട്ടൻ സ്കൂളിലേക്കും പോവാണ്. 7:30 മണിയാകുമ്പോഴേക്കും ഏകദേശം പണികളൊക്കെ ഒരുങ്ങി. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കുറച്ച് നീളം കൂടിപ്പോയി, എന്നാലും എല്ലാവരും വീഡിയോ കാണണേ, ഹൈപ്പും കമൻറ്റും ഷെയറും ഒക്കെ തരണേ. ഓക്കെ, താങ്ക് യു.